In circulating ball type steering gear, the balls traveled between the ball nut and dash. അപ്പോൾ നമുക്കൊരു റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നോക്കാം. അപ്പോൾ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഡിഫറെന്റ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? വോം ആൻഡ് വീല് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ വോം ആൻഡ് റോളർ പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഓരോ ടൈപ്പിനും എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് പഠിച്ചേക്കണം. അതേമാതിരി നമുക്ക് പറയാം വേം ആൻഡ് സെക്ടർ പറയാം. വേം ആൻഡ് റോളർ, ഈ വീലും സെക്ടറും വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും സെക്ടർ പറയാം, വേം ആൻഡ് സെക്ടർ പറയാം, വേം ആൻഡ് നെട്ട് പറയാം. അത്യാവശ്യം കുറച്ച് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നായിരുന്നു, ഇപ്പൊ എല്ലാം എങ്കിലും വേം ആൻഡ് നെറ്റ് ഉണ്ട്. ദെൻ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പിന്നെന്താ ലാസ്റ്റ് വണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്. ഇത്രയും സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ എന്തായാലും നമ്മൾ പഠിക്കണം അല്ലെ? ഇത്രയും കാര്യങ്ങൾ അല്ലെ, 1, 2, 3, 6 ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ഇതിൽ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഉണ്ട്. ഈ സ്റ്റിയറിംഗിന്റെ ലേഔട്ട് ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. സ്റ്റിയറിംഗിന്റെ വീല്, അതേപോലെ സ്റ്റിയറിംഗ് ഷാഫ്റ്റ്, അതിന് പുറത്തൊരു കോൾ ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വരുന്നത്. ഈ ഗിയർ ബോക്സ് വരുന്നത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റിയറിംഗ് ബോക്സിന്റെ നമ്മുടെ സ്റ്റിയറിംഗ് വീലിന്റെ റോട്ടറി ചലനത്തെ വീലിന്റെ ആംഗുലാർ ചലനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രോപ്പാമിന്റെ ആംഗുലാർ ചലനമാക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ വീലുകളുടെ ആംഗുലാർ ചലനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഈ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്ത് ആ സ്റ്റിയറിംഗ് ഷാഫ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഷാഫ്റ്റിന്റെ എൻഡിലുള്ള ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്? വേം ഷാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? വേം ഷേപ്പിലുള്ള ഷാഫ്റ്റ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. then അതിന് പുറമെ എന്തുണ്ട്? ഒരു നെറ്റ് ഉണ്ട്. ഒരു നെറ്റ് പോകുന്നതിന് നെറ്റ്, ഇതൊരു നെറ്റാണ്. ഈ നെറ്റിന്റെയും വേം ഷാഫ്റ്റിന്റെയും ഇടയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? ഈ ബോൾസ് കൊടുത്തിട്ടുള്ളത്. ഈ നെറ്റിന്റെ എൻഡിലാണ്. പിന്നെ നമ്മളുടെ വേണ്ട സെക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ആമിലോട്ട് പിറ്റ് ആമിലോട്ട് പോകുന്നതിന് വേണ്ട കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിയറിംഗ് ഈ ബോൾസ് ഏത് ജോയിന്റിലൂടെ പോകുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വേം ഷാഫ്റ്റിലൂടെയും നെറ്റിന്റെയും കൂടിയും ഇടയിലൂടെയാണ് പോകുന്നത്. വേമിന്റെയും നെറ്റിന്റെയും കൂടിയും ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം മൂവ് ചെയ്യുന്നത് അല്ലെ? കറക്റ്റ് ആണല്ലോ. അപ്പൊ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ റീസർക്കുലേറ്റിംഗ് ബാൾ ടൈപ്പ് സ്റ്റിയറിംഗ് ball travels between ball net and dash. ball net and worm shaft. worm ഷാഫ്റ്റിന്റെയും ball നെറ്റിന്റെയും കൂടി ഇടയിലൂടെയാണ് ഈ ബാൾസ് ട്രാവൽ ചെയ്തുകൊണ്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.